വഖഫ് ബോർഡിന്റെ ഈ കരിനിയമത്തിനെതിരായി രാജ്യത്ത് പോരാടുന്ന അനേകം വ്യക്തികൾ മുസ്ലിം സമുദായത്തിലുള്ളവരുമാണ്. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ എംപിമാരിലേക്കാണ്. ഈ നിയമം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിലെ എംപിമാരുടെ നേരെയാണ്. എന്താണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്? അതിന് ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മുനമ്പത്തെ ഒരു ജനത, പാവപ്പെട്ട ഒരു ജനത ഈ വഖഫ് അധിനിവേശത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടം നടക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെയും LDFന്റെയും എംപിമാര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, മുനമ്പ് വഖഫ് ഭൂമിയല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് കാപട്യമായിരുന്നോ അതല്ല സത്യസന്ധമായ നിലപാടായിരുന്നോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാന്തരം അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നിരിക്കുന്നത്. തങ്ങൾ അഭിനയിക്കുകയായിരുന്നോ അതല്ല ശരിയായി തങ്ങൾ മുനമ്പം നിവാസികളോടൊപ്പമാണോ എന്ന് ഇന്നും നാളെയുമായി മലയാളികൾക്ക് മുഴുവൻ ബോധ്യമാവും, കേരളത്തിന് ബോധ്യമാവും. ഞങ്ങളിപ്പോ ശശി തരൂരിന്റെ ഓഫീസിന് മുമ്പിലാണുള്ളത്. പല കാര്യങ്ങളിലും സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണല്ലോ ശശി തരൂർ. മോദിയുടെ വാക്സിൻ നയതന്ത്രത്തെയും മോദിയുടെ റഷ്യ-യുക്രൈൻ തർക്കത്തിൽ ഇടപെട്ടതിന്റെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എനിക്ക് ശശി തരൂരിനോട് വിനയത്തോടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന നൈതികത, നിഷ്പക്ഷത, സ്വതന്ത്ര നിലപാട് അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ വഖഫ് കരിനിയമത്തിനെതിരായ ഈ ഭേദഗതിയിൽ താങ്കളുടെ നിലപാട് എന്താണ് എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചോദിക്കുന്നത് വെറുതെയല്ല. എങ്ങനെയാണ് ശശി തരൂർ അവസാന നിമിഷം ശ്രീ രാജീവ് ചന്ദ്രശേഖരെ പരാജയപ്പെടുത്തി ഇവിടെ ജയിച്ചത്? പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ LDF, UDF എംപിമാർ ഇവിടെ എങ്ങനെയാണ് ജയിച്ചത്? മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ നിർലോഭമായ പിന്തുണ തേടിക്കൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDFന്റെ എംപിമാർ മുന്നിൽ വന്നത്. എന്നാൽ CBCയും KCBCയും ഇന്നേ വരെ ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. രാജ്യത്തെ ഒരു പ്രശ്നത്തിലും ഇത്ര ശക്തവും തീഷ്ണവുമായ ഒരു നിലപാട് ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചിട്ടില്ല. CBCയും KCBCയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി കേരളത്തിലെ എംപിമാർ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശരിയായ നിലപാട് അവർ സ്വീകരിക്കുന്നു.